ഹലോ ഷുട്ടുവാണികളെ, ഇന്ന് നമ്മൾ അടുപ്പിലാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. കാരണം നമ്മുടെ വീട്ടിലെ ഗ്യാസ് തീർന്നു ആൻഡ് അത് നമുക്കല്ലാതെ വാങ്ങാനൊരു പൈസ ഇല്ല, അതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അടുപ്പിൽ കുക്ക് ചെയ്യാൻ പോവുകയാണ്. നമ്മളിത് നേരത്തെ മുൻകൂട്ടി കണ്ടതുകൊണ്ട് തന്നെ നമ്മളുടെ വീട്ടിൽ വിറക് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും 3 കല്ലൊക്കെ എടുത്തിട്ട് നമ്മളിതാ രാത്രിയിലത്തേക്കുള്ള കറി ഉണ്ടാക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് എന്താ പറയുക, ഇത് ശരിയാവുന്നവരെ വലിയ വലിയ കറികളൊന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇൻഡക്ഷൻ കുക്കറുണ്ട്, അത്യാവശ്യം എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ വീട്ടിൽ ഇൻഡക്ഷൻ കുക്കറുണ്ട്. ചായയോ എന്തെങ്കിലുമൊക്കെ ഇച്ചിരി ചെയ്യണമെങ്കിൽ ഇൻഡക്ഷൻ കുക്കറുണ്ട്. അപ്പോൾ ഞാനിന്ന് മുട്ടത്തോരൻ ഉണ്ടാക്കാൻ പോകണം. അത് എൻ്റെ സ്പെഷ്യലാണ്, ഞാൻ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ രീതിയിലാണ്. അപ്പോൾ അമ്മ നിങ്ങൾക്ക് വീഡിയോ എടുത്തത് കാണിച്ചു തരും. സോ ഗൈസ്, പാത്രം ചൂടായി നോക്കട്ടെ. പാത്രം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഓക്കെ, ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണേ പൊങ്കാല അല്ലാതെ അടുപ്പിലൊരു വേറൊരു ഡിഷ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഞാൻ കുറച്ച് എണ്ണ മതി, കുറച്ച് ഉള്ളി എണ്ണ എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്ര എണ്ണ ഒഴിച്ചത് ഞാൻ. അപ്പോഴത്തേക്കും ഈ എണ്ണ ഒന്ന് ചൂടായി, പെട്ടെന്ന് ചൂടാവുന്നുണ്ട്. ഈ അടുപ്പ് കത്തിക്കാൻ ഭയങ്കര പാടാണെങ്കിലും നമുക്ക് മണ്ണെണ്ണയൊന്നുമില്ല. സോ കത്തിക്കാൻ പാടാണെങ്കിലും പെട്ടെന്ന് ആവുന്നുണ്ട്. നമുക്ക് കൈ വെച്ച് എണ്ണ ഇടാം, അല്ലെങ്കിൽ നല്ല സമയം എടുക്കും കേട്ടോ. ഓക്കെ, പിന്നെ ഞാൻ പ്രീ പ്ലാൻഡ് ആയിട്ട് ഒരുങ്ങി നിന്ന് വീഡിയോ എടുക്കുകയാണെന്നൊന്നും വിചാരിക്കരുത്. ആക്ച്വലി വേറൊരു വീഡിയോയ്ക്ക് വേണ്ടി ഒരുങ്ങിയതാണ്, അല്ലാതെ ഞാൻ ഇത് നേരത്തെ ഉണ്ടാക്കണമെന്നൊന്നും വിചാരിച്ചല്ല. ഓക്കെ, നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കണം. വിറക് തീരാറായി. വിറകല്ലാതെ ഉണ്ട്, നമ്മൾ സൈഡിൽ ക്ലിപ്പ് എടുത്തോണ്ടോ? ക്ലിപ്പ് വേണ്ട, ക്ലിപ്പ് നമുക്കിതൊന്ന് നല്ല വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. കുറച്ച് ഉപ്പ് അമ്മ ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ ഗൈസ്, രാവിലെയൊക്കെ 2 കലത്തിലാണ്. ഇത്ര പെട്ടെന്ന് ഗ്യാസ് തീരുമെന്ന് വിചാരിച്ചില്ല. രാവിലെയൊക്കെ ഇതിലാണ് നമ്മൾ എന്താ പറയാൻ 2 കലത്തിലാണ് നമ്മൾ ചോറ് വെച്ചത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതേ കണക്കുള്ള ഞാനൊരു ചൂലുണ്ടാക്കുന്നൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഉടനെ ഞാൻ പോസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് ഇതേ കണക്കുള്ളതൊക്കെ ഇനി കാണാം എന്ന് തോന്നുന്നു. ഇനി 2 മാസം വെക്കേഷനാണ്. എൻ്റെ കരിയർ എനിക്ക് ഡെവലപ്പ് ചെയ്യണം. 2 മാസം കൊണ്ട് ഞാൻ കഴിഞ്ഞിട്ട് പിന്നെ നിർത്തിയിട്ട് പോകുന്നല്ല, 2 മാസം നല്ല പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യണം. ഇനിയൊക്കെ അടുപ്പാണ്, അപ്പം അമ്മേനെയും ഹെൽപ്പ് ചെയ്യണം. അമ്മ അതോ അവിടെയാണ് എല്ലാം വച്ചിട്ടുള്ളത്. അവിടെ നമ്മ എടുത്ത് എനിക്ക് ഇവിടെ കൊണ്ടു തരുവാണ്. ആൻഡ് അവിടെ കുറച്ച് വിറവ് കിടപ്പുണ്ട്. ഇത് എന്തോ പഴയ കട്ടിൽ എന്തോ സൈഡിൽ കിടന്നതാണ്, അങ്ങനെ നമ്മളത് യൂട്ടിലൈസ് ചെയ്യുന്നതാണ്, അല്ലാതെ കുറേ മരമൊക്കെ വെട്ടിക്കളയാൻ നശിപ്പിക്കണില്ല. പിന്നെ നമുക്ക് ഒരുപാട് കറണ്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, കറണ്ട് ബില്ല് ഒത്തിരി. ഇനി നമുക്ക് ഇതൊന്ന് വയറ്റി വന്നിട്ട് കാണാം. സോ പിന്നെ നല്ല സ്ലോ കുക്ക് ചെയ്തെടുക്കാം, കാരണം അടുപ്പാണ്. ഗ്യാസിൻ്റെ നമുക്കൊരു വിഷമം വേണ്ട. പിന്നെ നമ്മൾ ഇപ്പോൾ വയ്ക്കുന്ന വീടുകളിലൊന്നും അങ്ങനെ അടുപ്പായും വയ്ക്കാറില്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ വാടക വീട്ടിൽ അടുപ്പിൻ്റെ സെറ്റപ്പ് ഇല്ല. മുറ്റത്ത് ആണിത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ അടുപ്പ് കത്താൻ പാട്. പിന്നെ മണ്ണെണ്ണ ഇല്ല. അപ്പം അമ്മയുടെ അടുത്ത് നമുക്ക് ഇല്ല അടങ്ങിയിട്ടില്ല. സോ ഇനി നമ്മൾ ഇതിനകത്ത് എണ്ണ ഇല്ല, അപ്പം മുട്ട ഒഴിക്കുമ്പോൾ എണ്ണ ഒഴിക്കുക, ഇല്ലെങ്കിൽ നന്നായിട്ട് അടുക്കി പിടിക്കും. ഓക്കെ ഗൈസ്, നമ്മളുടെ സതിയൻ്റെ അവിടെ നിന്ന് നമ്മൾ നോക്കുവാണ്. ഹായ് പറ. സോ അമ്മ എണ്ണ ഒഴിക്കാത്തമ്മ, അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കും. എല്ലാം കളയാനും എളുപ്പമുണ്ട്. അതെ എളുപ്പമാണ്. സോ പപ്പ കുളിച്ച് കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട്. അമ്മ കുറച്ച് എണ്ണ വേണം. അങ്ങനെയല്ല ഞാൻ പറഞ്ഞോ, കോമഡി. എല്ലാം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അമ്മ ഇച്ചിരി ഇതമ്മ വിറകും തീരാറായി. അമ്മയ്ക്ക് വ്ളോഗ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അമ്മ കുഞ്ഞിലെ ഇങ്ങനെ മറ്റേ കുക്കിംഗ് ചാനലുകൾക്കൊക്കെ അമ്മ ഇപ്പോഴും ആഹാരം ഉണ്ടാക്കുമ്പോൾ സംസാരിക്കും.
ഷീ ലവ്സ് ദാറ്റ്. അല്ലേ? എടുക്കാൻ വേണ്ടി വന്നിരുന്നു കള്ളൻ എൻ്റെ ആര്? എന്തോന്ന് കള്ളന്ന് ഞാനാ? ഓ ശരി. ഒരു വീഡിയോയും കൂടി ഇടാം. കാണുമ്പോ ഇതില് കാണുമ്പോ ഒരു കളറില്ല, പക്ഷെ നേരിട്ട് അത്യാവശ്യം നല്ല കളറുണ്ട്. റെഡ് കളറാണ് കേട്ടോ. ആ ഒരു ടൊമാറ്റോ കൂടെ ഇട്ടാലേ ഇതാകത്തുള്ളൂ. ഓക്കെ, നമ്മളത് ഗ്യാസ് കൂട്ടി സിമ്മിലായിരുന്നു കിടന്നത്, നമ്മൾ അത് ഹൈ ആക്കി. ഓക്കെ, ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട കണ്ട, ഇതെന്തോ പോലെ മറ്റേ ഹമ്മൂസോ ഗ്യാസ് കൂട്ടിയപ്പോ മുട്ട പെട്ടെന്നാവുന്നത്. ഞാൻ അങ്ങനെയാണ് പറയുന്നത്, സിമ്മിലാണ് ഇടുന്നത്. ഇപ്പൊ ഹൈ ആക്കി. തീ കൂടുന്നു. ഇത് മിക്കവാറും ചൈനീസ് ഡിഷ് ആവും. തീ കുറയ്ക്കാം, സിനിമ ആക്കാൻ. ഇതാ ഗൈസ്, നമ്മൾ ഇങ്ങനെ ആക്കി കൊടുക്കുക. തോന്നി മാസത്തിനൊക്കെ ഇത് ആവും. നമ്മളാണിത് കൺട്രോൾ ചെയ്യാന്. ഇത് പതുക്കെയാണ്. മുട്ട അല്ല, ഗ്യാസിലാണെങ്കിൽ മുട്ട ഒഴിയാൻ പെട്ടെന്ന്, അത് പതുക്കെയാണുള്ളൂ. അന്നിപ്പോ പറഞ്ഞത്. ഇനി ഈ ചീനച്ചട്ടി തേച്ച് കഴുകുന്ന ഒരു വീഡിയോയും കൂടെ ഉണ്ട്, കരി പിടിച്ചത്. നടന്നതല്ലേ. കരിയൊക്കെ തേച്ച് കളയണമെന്നുണ്ടോ? എന്തായാലും നാളെ കരിക്കണം വീണ്ടും. പിന്നെ അത് എവിടെ വയ്ക്കും? പൊക്കി പിടിച്ചോണ്ട് കിടക്കോ? കിണറ്റിന് കൊണ്ട് വെച്ചിട്ട് കിടക്കാം. സോ ഗൈസ്, നമ്മുടെ മുട്ടത്തോരൻ ഫൈനലി റെഡിയായി. നമ്മുടെ കഷ്ടപ്പാട് ഇതിനെ എങ്ങനെ അണയ്ക്കും? വെള്ളം ഒഴിക്കുമോ? കുക്കിംഗ് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് മുട്ട ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു മണമെന്ന് പറഞ്ഞാൽ പുകയുടെ മണമുണ്ട്, നല്ല ടേസ്റ്റ്. എൻ്റെ കണ്ണ് കരിഞ്ഞ കണക്കിരിപ്പുണ്ട്. അത് കാര്യമാക്കണ്ട, ഇത് ഇപ്പോൾ കുക്ക് ചെയ്തപ്പോൾ വന്നതാണ്. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യണം, എല്ലാവരും ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക.